ആട് 3 വൺ ലാസ്റ്റ് റൈഡ് ആട് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമയാണ്. ഈ കഥയ്ക്ക് തന്നെ 2 പാർട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച് ജയസൂര്യ, ഷൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വേൻ ഉൾപ്പെടെ വൻ താരനിര അണിനിരന്ന ഈ മലയാളം കോമഡി ഫാന്റസി സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒന്നാം പാർട്ടിൽ നീലക്കൊടുവേലിക്ക് വേണ്ടിയും രണ്ടാം പാർട്ടിൽ കമ്മട്ടത്തിനും വേണ്ടിയായിരുന്നു ഓട്ടമെങ്കിൽ ഇത്തവണ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിന് വേണ്ടിയുള്ള ഓട്ടമാണ് എന്ന് പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വെറുത്തു വാച്ചായിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഒരു 100% അല്ലെങ്കിൽ കംപ്ലീറ്റ് തൃപ്തി തന്നില്ല എന്ന് പറയാം. സോ ഒരു ഡീസന്റ് എന്റർടൈനർ എന്നേ ഞാൻ പറയുകയുള്ളൂ. ആദ്യ 2 പാർട്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയിൽ കോമഡി കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമ തരുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഈ ഫ്രാഞ്ചൈസിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. തിയേറ്ററിലൊക്കെ നല്ല ഓളം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടും 2-3 തവണ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ 2 പടങ്ങളിലെയും സീൻസ് എപ്പോഴും കാണുന്നതാണ്. ഇതിൽ ഇവരുടെ ആ ഒരു ഇഫോർട്ട്, സ്കെയിൽ വലുതായതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുള്ളവരെ നമുക്കിങ്ങനെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബാഹുബലി കോമഡി വേർഷൻ പോലെ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ മെയിൻ പോസിറ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു കോമഡി ഫിലിം ഫ്രാഞ്ചൈസ് അത് ജോണർ ഷിഫ്റ്റ് ചെയ്ത് അതിൽ ഫാന്റസി എലമെന്റും കൂടി ചേർത്തതാണ്. ആ ഒരു ഐഡിയക്ക് പ്രത്യേക അഭിനന്ദനം തന്നെ കൊടുക്കണം. അതേസമയം ഈ ജോണർ മാറിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വേൾഡ് ആൻഡ് ക്യാരക്ടേഴ്സ് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വരാനുണ്ട്. അതിന്റെ ഒരു താമസം സിനിമ എടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഈ പടവും തീർന്നു പോവുകയാണ്. പിന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ കഥ തീരാത്തതിന്റെ പ്രശ്നം പടത്തിനുണ്ട്. പിന്നെ പടത്തിന്റെ തുടക്കമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെയാണ് കൂടുതൽ കോമഡി ഉള്ളതായിട്ട് തോന്നിയത്. അത് കഴിയുമ്പോഴത്തേക്കിനും ടൈം ലൈൻ സംഭവം വരുന്നു. അതും ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് ഒക്കെ കാണിച്ച് ഭയങ്കര ഹൈപ്പിലാണ് വരുന്നത്. സോ തുടക്കം വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ രാജാപാട്ട് കഥയിലേക്ക് പോയപ്പോൾ പടം കുറച്ച് ഡൗൺ ആയി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് ആണെങ്കിലും ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ബോറടിപ്പിക്കുന്നില്ല സിനിമ. എൻഗേജിങ്ങും എന്റർടൈനിങ്ങും ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് പടം ഇങ്ങനെ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും യോണർ ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നതുകൊണ്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ നിലനിർത്താനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മിസ്റ്ററി മൂഡും പടത്തിന്റെ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫ്രാഞ്ചൈസിന് മാത്രമല്ല, ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും പ്രത്യേകം ഫാൻ ബേസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഓരോരുത്തർക്കും സ്കോർ ചെയ്യാനുള്ള സംഭവങ്ങൾ കുറച്ച് സിനിമയിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പെർഫോമൻസിൽ ഷാജി പാപ്പനായും അതുപോലെ പത്മനാഭൻ എന്നൊരു രാജാവായും ജയസൂര്യ ഡബിൾ റോളിലാണ് വരുന്നത്. രസകരമായിട്ടുള്ള കഥാപാത്രമാണ് രണ്ടും. ഓൾറെഡി നമുക്ക് ഷാജി പാപ്പനെ അറിയാം. ഇത്തവണ വേറൊരു ക്യാരക്ടറിനെ കൂടി കാണിച്ചിരിക്കുകയാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം ജയസൂര്യ ബിഗ് സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു സന്തോഷവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വിനായകനാണെങ്കിൽ ഡ്യൂഡിനൊപ്പം അസം ഖാൻ എന്നൊരു കഥാപാത്രം കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ കഴുത ജീവിതം എന്ന് പറഞ്ഞൊരു സംഭവം ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ പുള്ളി പടത്തിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് കുറെ സീനുകളുണ്ട്. പക്ഷെ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സർബത് ഷമീറായിട്ട് വരുന്ന വിജയ് ബാബുവിനും വേറൊരു പൂർവ്വകാല റോൾ കൂടിയുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിയെ ഒരു ഫുൾ വൈബിൽ കാണാൻ പറ്റുന്നത് തന്നെ ഈ ആട് സിനിമകളിലാണ്. അറക്കൽ അബുവിനെ കൂടാതെ പടനായകൻ എന്നൊരു വേഷം കൂടി ഷൈജു കുറുപ്പ് ചെയ്യുന്നുണ്ട്. പടക്കുറുപ്പ് എനിക്കാണെങ്കിൽ ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ ഒന്നാണ് അറക്കൽ അബു. എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ അബുവിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാം. പുള്ളി ഒരുപാട് ചിരിക്കാനുള്ള വക തരുന്നുണ്ട്, കുറെ സ്കോർ ചെയ്യുന്നുണ്ട്. സാത്താൻ സേവിയർ കൂടാതെ വാൾട്ടർ സാഹിബായിട്ടാണ് സണ്ണി വെയിൻ വരുന്നത്. പുള്ളി കൊള്ളാമായിരുന്നു. പക്ഷെ പഴയ കാലം കാണിക്കുമ്പോഴുള്ള ഡയലോഗ് ഡെലിവറി അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഇന്ദ്രൻസിന്റെ ആണെങ്കിലും പഴയ കാലത്തെ ക്യാരക്ടറിനേക്കാൾ ഭാവികാല കഥാപാത്രമാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആ ഒരു ഡിസ്റ്റോപ്പിയൻ കാലത്ത് ഉള്ള ടൈമിൽ ധർമ്മജൻ ബോൾഗാട്ടി കുറച്ച് സ്കോർ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ചിരിപ്പിച്ചത് ധർമ്മജനാണെന്ന് തോന്നുന്നു. ബാക്കി സ്ഥിരം ടീമായിട്ടുള്ള ഹരികൃഷ്ണൻ, ഭഗത് മാനുവൽ, അജു വർഗീസ്, രഞ്ജി പണിക്കർ, ബിജുക്കുട്ടൻ, സുധി കോപ്പ, സേതു ലക്ഷ്മി, സൃന്ധ, ആതിര പട്ടേൽ, അങ്ങനെ പഴയ സിനിമയിലുള്ള എല്ലാവരും ഏകദേശം ഈ പടത്തിലും ഉണ്ട്. ഇതിലൊരു ബ്രിട്ടീഷുകാരി ക്യാരക്ടറായിട്ട് വരുന്ന അലയ ബോൺ എന്നൊരു നടി ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. കിടുവായിരുന്നു പുള്ളിക്കാരി, പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളിൽ. ഫുക്രുവും ഒരു റോളിൽ വരുന്നുണ്ട്. പക്ഷെ സിനിമയുടെ നെടുന്തൂണായിട്ടുള്ള ടൈറ്റിൽ ക്യാരക്ടർ ആട് സിനിമയിൽ മിസ്സിംഗ് ആണ്. അപ്പൊ ആട് 2-ലും ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി മാത്രമേ ആടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ശരിക്കും നമുക്ക് ആടെവിടെ പാപ്പാനെ എന്ന് ചോദിക്കാൻ തോന്നിയെന്ന് പറയാം. ഈ പടത്തിലാണെങ്കിൽ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. വേദികയുടെ ഒരു പാട്ടുണ്ട്. പുള്ളിക്കാരുടെ ഡാൻസ് കൊള്ളാമായിരുന്നു, നല്ല ഗ്രേസ് ഉണ്ട്. പക്ഷെ വലിയ പുതുമയുള്ളതായിട്ടോ സംഭവമായിട്ടോ എനിക്ക് ആ പാട്ട് അനുഭവപ്പെട്ടില്ല. ടെക്നിക്കൽ സൈഡിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ വാല്യൂ, ബജറ്റ് ഒക്കെ കൂടിയത് കൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ, കോസ്റ്റ്യൂംസ്, വിഷ്വൽ ഇഫക്ട്സ് എല്ലാ
എല്ലാത്തിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അഖിൽ ജോർജ് ആണ് ഇതിന്റെ ക്യാമറ, ലിജോ പോൾ ആണ് എഡിറ്റിംഗ്. മ്യൂസിക്കില് ഷാൻ റഹ്മാൻ പഴയ ക്യാരക്ടേഴ്സിന് ഇൻട്രോ സോങ്സ് എല്ലാം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആ ഒരു ഇൻട്രോ പാട്ട് തന്നെ കേൾക്കാൻ മിക്കവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര രസമാണ്, ഒരു വൈബാണ്. ഇതിലാണെങ്കിൽ ആ ഒരു മദാമ ക്യാരക്ടറിനും സെപ്പറേറ്റ് ഇൻട്രോ സോങ് കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാമായിരുന്നു. ഡോൺ വിൻസെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൈസാണ്. കഥ ഇങ്ങനെ പൂർത്തിയാക്കാതെ കൊണ്ട് നിർത്തിയേക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് ഈ പടത്തിൽ മെയിൻ ആയിട്ട് ഫീൽ ചെയ്തത്. ഇതിൽ ഓൾറെഡി ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു 2.25 മണിക്കൂറോളം നമ്മൾ പടം കണ്ടിരുന്നിട്ടാണ് ആ ഒരു ഫാന്റസി സംഭവത്തിലേക്ക് പടം കടക്കുന്നത്. അതുവരെ നമുക്ക് കുറെ ഇടങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു രാജാപാട്ട് ഭാഗങ്ങളിലൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ രാജാപാട്ട് കാലഘട്ടം കാണിക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കോമഡി ഉൾപ്പെടുത്താമായിരുന്നു. അവിടെയൊക്കെ കോമഡി തീരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഫാന്റസി ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ പല ടൈം ലൈൻ ഒക്കെ കാണിച്ച് ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ വാവ്, ഷാജി പാപ്പന്റെ വക ഒരു ഡാർക്ക് സീരീസ് ലെവൽ ഐറ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു കോമഡി വെർഷൻ ഒക്കെ ആകും എന്ന് ഞാൻ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും സംഭവിച്ചില്ല. മേ ബി അടുത്ത പാട്ടിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്ന് തോന്നുന്നു. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് എന്റർടൈനർ ആണ് ആട് 3. അത്യാവശ്യം ചിരിക്കാനുള്ള വകയൊക്കെ പടത്തിലുണ്ട്. ഈ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം, ഈ ഫ്രാഞ്ചൈസിനോടുള്ള നമ്മുടെ സ്നേഹം, ചില ഫേമസ് ഡയലോഗ് ഇവരുടെ കേൾക്കുമ്പോഴുള്ള സന്തോഷം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതൊക്കെ കൊണ്ട് നമ്മൾ വളരെ ഇഷ്ടത്തോടെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ കണ്ടുപോകുന്നത്. എങ്കിലും കഥ പൂർത്തിയാവാത്തതിന്റെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സിനിമയ്ക്ക് ഉണ്ട് താനും. അതുകൊണ്ടാണ് എനിക്കൊരു പൂർണ്ണ തൃപ്തി ഫീൽ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ട് കൂടി കണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, അറിയാമല്ലോ. ഈ ഒരു സിനിമയുണ്ട് എല്ലാവർക്കും കുട്ടികളോടൊപ്പവും ഫാമിലിയോടൊപ്പവും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.